ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി സോയാബീൻ വെച്ചിട്ടാണ്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മളെ ചാനൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്കൊരു അടിപൊളി സോയാബീൻ സ്പെഷ്യൽ നമുക്കിവിടെ തയ്യാറാക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ സോയാബീനൊക്കെ ഇവിടെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നാണ്. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മഞ്ഞപ്പൊടി എന്തിനാ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ വല്ല വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളെ സോയാബീനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഇട്ടപ്പോൾ ചെറിയ സോയാബീനായിരുന്നു, ഇപ്പം നല്ല പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ സോയാബീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫ്ലെയിം കൊണ്ട് ഓഫ് ചെയ്യാം. അമ്മേ കണ്ടില്ല ഗൈസ്, നമ്മളെ സോയാബീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നല്ലോണം അങ്ങോട്ടേ വെള്ളം ഊറ്റിയിട്ട് നമ്മളെ സോയാബീന് ഒരു പാത്രത്തിൽ കണ്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ നമ്മളെ സോയാബീനൊക്കെ നല്ല ചൂടോടെ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മളെ സോയാബീനൊക്കെ ഏകദേശം ചൂടാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ, ഈ സോയാബീനൊക്കെ പാടിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാം. അപ്പൊ നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിച്ചപ്പോൾ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉപ്പ് കുറച്ച് അളവ് കുറച്ചിട്ടിടാം, ഇതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ, ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താണ്, എന്നാലും കുഴപ്പമില്ല, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരല്പം സുർക്കയും കൂടി, വിനാഗിരി, അതും നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം കുറച്ച് കുരുമുളക്, പെപ്പർ പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, കുറച്ച് തൈരും കൂടി നമുക്ക് ഒഴിച്ചാൽ നമ്മളെ ഏകദേശം മസാലക്കൂട്ടുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. ഒരല്പം തൈരും കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റിന് വെക്കാം. അപ്പോൾ നമ്മളത് ഈ എണ്ണയൊക്കെ ഒന്ന് ചൂടാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല ഇട്ടിട്ട് നല്ല പിടിപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മളെ സോയാബീൻ കുട്ടന്മാരെ ഇതിലിട്ട് കൊടുത്താലോ. അപ്പോൾ നമ്മളെ സോയാബീനൊക്കെ ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് എണ്ണ ചൂടായിട്ട് കിട്ടാം. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, നമ്മളെ സോയാബീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലോണം മസാലയൊക്കെ ഒന്ന് നല്ലോണം ഫ്രൈ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ സോയാബീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവനെ ഒന്നുകൊണ്ട് കോരി മാറ്റാട്ടോ. അപ്പം നമുക്ക് ഇവനെ എണ്ണ കണ്ട് ഒഴിവാക്കിയിട്ടേ ഒന്നങ്ങോട്ട് കോരി മാറ്റാം. കണ്ടില്ലേ, നമ്മളെ സോയാബീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട്, ഫൈനൽ സ്റ്റേജിൽ ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ സോയാബീൻ പൊരിച്ച ആ എണ്ണയിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കിയാലോ. അപ്പോൾ ഇത്രക്ക് എണ്ണ വേണ്ട, നമുക്ക് കുറച്ച് എണ്ണ ഇതിലേക്ക് കോരി മാറ്റി ഒഴിക്കാം. ഇത്ര എണ്ണ വേണ്ട കേട്ടോ, കൊളസ്ട്രോളൊക്കെ നോക്കണേ. അപ്പോൾ ഗൈസ്, നമ്മളെ ഈ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളാ സോയാബീൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതിലിട്ട് കൊടുക്കാം. നമുക്കൊരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്നും അങ്ങോട്ട് വഴറ്റിയെടുക്കാം, വല്ലാണ്ട് വഴങ്ങണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ വഴറ്റി. നമ്മളിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്, അതും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്, അതും ഇതിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വഴറ്റി കൊടുക്കും. അപ്പൊ നമ്മളെ തക്കാളിയും പച്ചമുളകും സവാളൊക്കെ ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്, വല്ലാണ്ട് ഡ്രൈ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മളിവിടെ ടൊമാറ്റോ സോസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോയ അത് ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ 4 മണിക്കൊക്കെ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. നമ്മളെ ചിക്കനും ബീഫൊന്നും വേണമെന്നില്ല, ഇതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്.
അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ഒരു വ്യത്യസ്തമായ രുചിയാണ് ഞങ്ങൾ ഈ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്, കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാറുണ്ട്. നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഐറ്റാണ്. നിങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ മസ്റ്റായിട്ട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞുതരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതന്നെ വെറൈറ്റി ടേസ്റ്റാണ്. നമ്മളാ ചിക്കൻ പൊരിച്ചൊക്കെ ഉണ്ട് മാറി നിൽക്കും കേട്ടോ. നമ്മളെ ചിക്കൻ കൊണ്ടാട്ടൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ അതിനെക്കാട്ടും ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടും കൂടി ഒന്ന് അഭിപ്രായം ചോദിച്ചാലോ? അസ്സലാമു അലൈക്കും. എങ്ങനെയുണ്ട് നൗഷാദ്? അതായത് ഉണ്ടാക്കി നോക്കണം. എന്ത്? സോയാബീൻ റോസ്റ്റ്. റോസ്റ്റ്, ഓക്കെ. അതെങ്കിൽ അത് സംഭവം സൂപ്പറായിരുന്നു. അത് പ്രത്യേക ടേസ്റ്റ്.